നമസ്കാരം. ഞാൻ KV രാജേന്ദ്രൻ, തപസ്യയുടെ ജില്ലാ പ്രസിഡന്റ്. കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഭാരത യാത്രയുടെ ആ സങ്കല്പങ്ങളിൽ നമുക്ക് പുണ്യം ലഭിക്കുന്ന മനോഹരമായ തീർത്ഥസ്ഥലങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ആ രുദ്രപ്രയാഗിൽ നിന്ന് നമുക്ക് നേരെ ചതുർധാമങ്ങളിലൊന്നായിട്ടുള്ള കേദാർനാഥിൽ എത്തിച്ചേരാം. വളരെ രസകരമാണ്, ആനന്ദദായകമാണ്, അനുഭവദായകമാണ്. ഓരോ മനുഷ്യൻ്റെയും തീർത്ഥയാത്രാ സങ്കല്പം പൂർത്തിയാകണമെങ്കിൽ ഹിമാലയത്തിലെ 4 മകുടങ്ങളിൽ കാണുന്ന 4 ദിക്കുകളിൽ കാണുന്ന ഈ ചതുർധാമങ്ങളിൽ ഒന്നെത്തിച്ചേരണം. കേദാർനാഥ്, ബദ്രീനാഥ്, ഗംഗോത്രി, യമുനോത്രി 4 ദിശകളിലാണ്. അതിൽ ഏറ്റവും പ്രയാസമേറിയ യാത്ര കേദാർനാഥിലാണ്. ഏകദേശം 13 കിലോമീറ്റർ കാൽനടയായി, ഇല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറി, ഇല്ലെങ്കിൽ ഡോളിയിൽ വേണം നമുക്ക് പോകാൻ സാധിക്കുക. അപൂർവം കാൽനട യാത്രക്കാരും നടന്നു പോകാറുണ്ട്. അവിടെ ചിലപ്പോൾ ഓക്സിജൻ കിട്ടാത്ത ചില സ്ഥലങ്ങളുണ്ടായേക്കാം. അതുപോലും അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നടക്കാൻ ഇറങ്ങേണ്ടത്. ഏകദേശം 12,000 അടി പൊക്കമുള്ള ഹിമവാൻ്റെ ഒരു കൊടുമുടിയാണ് ഈ കേദാർനാഥ്. ആ പഞ്ചപാണ്ഡവന്മാരുടെ യുദ്ധവിജയം അവരെ അഹങ്കാരികളാക്കി മാറ്റിയോ എന്ന സംശയം നിൽക്കുമ്പോഴാണ് കുരുക്ഷേത്ര ഭൂമിയിൽ തൻ്റെ സഹോദരന്മാരെ അരിഞ്ഞു വീഴ്ത്തിയ പശ്ചാത്താപം ഇവർക്കുണ്ടായത്. സഹോദരങ്ങളെയാണല്ലോ തല്ലി കൊന്നത്, അമ്പെയ്ത് വീഴ്ത്തിയത്, അരിഞ്ഞു വീഴ്ത്തിയത് എന്നുള്ള ദുഃഖം. സ്വന്തം ഗുരുക്കന്മാരെയും സഹോദരങ്ങളെയും ഒക്കെ കാലവരിക്ക് അയച്ചിട്ട് നേടിയ വിജയമാണോ എന്നുള്ള അവരുടെ മനോവ്യഥ. അങ്ങനെയാണ് അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാൻ പാണ്ഡവന്മാർ തീരുമാനിക്കുന്നത്. അവർ നേരെ കാശിയിലെത്തി ബലിയിടാൻ വേണ്ടി. മഹാദേവൻ്റെ സന്നിധിയാണല്ലോ കാശി. അവിടെ ആ തീർത്ഥഘട്ടങ്ങൾ വരുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ആ സ്ഥലം. ഗംഗയുടെ തീരത്തുള്ള തീർത്ഥക്കെട്ടിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഈ പാണ്ഡവന്മാരുടെ വര പറഞ്ഞിട്ട് അവർക്ക് ദർശനം കൊടുക്കാതെ നേരെ ഭഗവാൻ അവിടുന്ന് മുങ്ങുകയാണ്. അദ്ദേഹം ഒരു കാളയുടെ രൂപം പ്രാപിച്ച് മൃഗക്കൂട്ടങ്ങളോടൊപ്പം നേരെ ഹിമവത്സാനുക്കളിലേക്ക് മുകളിലേക്ക് യാത്രയായി. എന്നാണ് പാണ്ഡവന്മാർ ഭഗവാനെ തെരഞ്ഞ് പിടിച്ച് നോക്കിയപ്പോൾ ഈ കന്നുകാലി കൂട്ടത്തിൻ്റെ ഇടയിൽ ഭഗവാൻ കാളയുടെ രൂപം ധരിച്ചു പോകുന്നത് അർജുനൻ മനസ്സിലായി. അർജുനൻ ഭീമനോട് പറഞ്ഞു ആ കാളയെ പിടിച്ചു കെട്ടാൻ. ആ കാളയെ ഇങ്ങനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് സ്വാഭാവികമായും കാള ഭൂമിയിലേക്ക് താഴ്ന്നു പോണത്. അതിൻ്റെ മുതുകിൻ്റെ ഭാഗം മാത്രം ഭൂമിയിലെങ്കിലും പൊങ്ങി, തലയും വാലും കാലുമെല്ലാം ഭൂമിക്കടിയിലായി. പക്ഷേ പാണ്ഡവന്മാരുടെ ആ വീരവ്രതം കണ്ടിട്ട്, അവരുടെ ധ്യേയനിഷ്ഠ കണ്ടിട്ട് ഭഗവാൻ മനസ്സലിഞ്ഞു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് ദർശനം കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഏത് രൂപത്തിലാണോ എന്നെ കണ്ടത് ആ രൂപത്തിൽ നിങ്ങൾ ആരാധിച്ചാൽ മതി. അപ്പോൾ കേദാർനാഥിലെ വിഗ്രഹം എന്ന് പറയുന്നത് അവിടെ ഈ കാളയുടെ മുതുകു പോലെയുള്ള രൂപമാണ് അവിടുത്തെ ശിവലിംഗത്തിന്. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്, സ്വയംഭൂവായ വിഗ്രഹമാണ്. അവിടെയാണ് പഞ്ചപാണ്ഡവന്മാർ പൂജിച്ചത്. 5200 വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡവന്മാർ നിർമ്മിച്ച അതേ ക്ഷേത്രം ആ നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറിക്കൊണ്ട് ഇന്നും അവിടെ നിൽക്കുന്നു എന്നുള്ളത് എത്ര ഹൃദയാവർജകമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. ഞാൻ സൂചിപ്പിച്ചതുപോലെ
13 കിലോമീറ്റർ കുതിരപ്പുറത്തോ നടന്നോ ഡോളിയിലോ ഒക്കെ യാത്ര ചെയ്ത് മനസ്സിൽ ഹരഹര മഹാദേവ ശംഭോ മഹാദേവ വിളിച്ച് അവിടെ എത്തുന്ന ഓരോ യാത്രികരെയും സംബന്ധിച്ച് അവൻ്റെ ദർശന സായുജ്യം എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ്. അവിടെ എത്തുമ്പോൾ മനോഹരമായ ആ ശിവലിംഗത്തെ പ്രദക്ഷിണം വെച്ച് തൊഴുത് നമുക്ക് ജലധാര നടത്താൻ സാധിക്കും. അവിടെ ദർശനം കഴിച്ച് തിരിച്ചിറങ്ങുമ്പോൾ അവിടെയുണ്ട് ശങ്കരാചാര്യ സ്വാമികളുടെ സമാധി. അവിടെയും ഐതിഹ്യം പറയുന്നത് ശങ്കരാചാര്യ സ്വാമികൾ ബദ്രീനാഥിലും കേദാർനാഥിലും ഒരേ സമയം പൂജ നടത്തിയിരുന്നു എന്നാണ്. കേദാർനാഥിൽ പൂജ നടത്തി അവിടെ അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് അദ്ദേഹം ബദ്രീനാഥിൽ എത്തിച്ചേരുക. ഇന്ന് കേദാറിൽ നിന്ന് ബദരിയിലേക്ക് പോകണമെങ്കിൽ ഒരു പകൽ മുഴുവൻ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ആധുനിക യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പകൽ മുഴുവൻ യാത്ര ചെയ്താലേ അവിടെ എത്താൻ പറ്റൂ. 2 ധാമങ്ങളിലാണ്, 2 പർവ്വത ശിഖരങ്ങളിലാണ്. പക്ഷേ ശങ്കരാചാര്യർ അദ്ദേഹത്തിന് ആകാശമാർഗം സഞ്ചരിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു, ഗഗനാചാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേദാർനാഥിൽ നിന്ന് ബദരീനാഥിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ വിഷമമുണ്ടായിരുന്നില്ല. കേദാർനാഥിൽ നടയടച്ച് അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് അത്രേ ബദരിയിൽ അത്താഴ പൂജയ്ക്ക് എത്തുക എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള കേദാർനാഥ് അവിടെ പൂജയ്ക്ക് വേണ്ടി കയറിയ ശങ്കരാചാര്യ സ്വാമികൾ തിരിച്ചിറങ്ങിയിട്ടില്ല. ആ വിഗ്രഹത്തിൽ തന്നെ, കേദാർനാഥിലെ വിഗ്രഹത്തിൽ തന്നെ അദ്ദേഹം വിലയം പ്രാപിച്ചു എന്ന്, അലിഞ്ഞു ചേർന്നു എന്ന. അതാണ് കേദാർനാഥിൻ്റെ പ്രത്യേകത. ആ കേദാർനാഥ് കഴിഞ്ഞ 8-10 വർഷത്തിന് മുമ്പ് കൊടിയ വെള്ളപ്പൊക്കത്തിൽ, ആ മേഘവിസ്ഫോടനത്തിൽ നിങ്ങൾ കണ്ടിരിക്കും, കൂറ്റൻ മലനിരകളെ ഇടിച്ച് നിരപ്പാക്കി മലവെള്ളപ്പാച്ചിങ്ങനെ കുലംകുത്തി വന്നപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പരിസരവും എല്ലാ കെട്ടിടങ്ങളിലും ഒലിച്ചുപോയി. പക്ഷേ ഈ ഭഗവാന്റെ ഇരിപ്പിടമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന് ഒരു പോറൽ പോലും ഏറ്റില്ല. ഒരു ഭീമാകാരനായ പാറ ആ മലമുകളിൽ നിന്ന് ഒലിച്ചു വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഇങ്ങനെ നിന്നു എന്നാണ്. ഈ മലവെള്ളപ്പാച്ചിൽ ഈ പാറയിൽ തട്ടി ചിതറിത്തെറിച്ചു പോയി, 2 ഭാഗങ്ങളിലേക്ക് പോയി. അതുകൊണ്ട് ക്ഷേത്രത്തിന് ഒരു അപകടവും പറ്റിയില്ല. നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ മനോമുകുരങ്ങളിൽ തെളിഞ്ഞു കാണുന്ന ആ ശിവ ജ്യോതിർലിംഗം, അവിടെ നിന്ന് തൊഴാനെത്തിയവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉൾക്കരുത്തുള്ള കാഴ്ചയായിരുന്നു. എന്താ, എല്ലാവരും പറഞ്ഞു കേദാർനാഥ് നിലംപരിശായി ഇല്ലേ, നിലംപരിശായി. അവിടുത്തെ എല്ലാ എടുപ്പുകളും കെട്ടിടങ്ങളും തകർന്നു പോയി, അവിടെ ക്ഷേത്രമൊക്കെ പോയി. പക്ഷേ ആ കൂറ്റൻ പാറ സാക്ഷാൽ ശിവൻ എടുത്തു വച്ചതുപോലെ ആ പാറ അവിടെ വന്നു നിന്ന് ഈ ക്ഷേത്രത്തെ രക്ഷിച്ചു എന്നാണ്. അതിനുശേഷം പുനർനിർമ്മാണം നടന്നു. അവൻ്റെ മുകളിൽ ഒരു ഗുഹ, നല്ല സന്ദർശകർക്ക് 6 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ വിശാലമായൊരു ഗുഹയുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ തപസ് ജപിച്ചിരിക്കുന്നത് ആ ചിത്രങ്ങളിൽ നിങ്ങൾ കണ്ടിരിക്കും. അതോടുകൂടി അത് ഫേമസ് ആണ്. അതിന് മുകളിലൊരു തടാകവും നമുക്ക് കാണാൻ പറ്റും. ഈ തടാകത്തിനുണ്ടായ മേഘവിസ്ഫോടനമാണ് ആ മലയ്ക്ക് മുകളിൽ ഈ വെള്ളപ്പൊക്കത്തിന് കാരണമായി വന്നത്. അങ്ങനെയുള്ള ആ കേദാർനാഥ്, ആ കേദാർനാഥിൻ്റെ ദർശനം എത്ര അർത്ഥവത്തായ ഒന്നാണ്. ഹിമാലയത്തിൻ്റെ 4 ശിഖരങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ കേദാർനാഥ്, അത് എത്ര പറഞ്ഞാലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ പോലും തീരാത്തത്ര സവിശേഷതകളുടെ ഒരു കേദാരമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോകണം, ഒരു പ്രാവശ്യമെങ്കിലും ആ മണ്ണിൽ ചവിട്ടണം. സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ പാദം പതിഞ്ഞ സ്ഥലം, സാക്ഷാൽ ശ്രീശങ്കരൻ്റെ പാദം പതിഞ്ഞ സ്ഥലം. മലയാളിയായിട്ടുള്ള ശ്രീശങ്കരൻ അവിടെ പൂജയ്ക്ക് കർണാടകയിലെ ലിംഗായത്ത് സമുദായക്കാരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ലിംഗായത്ത് സമുദായക്കാരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം. ആ ഭാരതത്തിൻ്റെ ആ ഐക്യത്തിൻ്റെ, ദേശീയ ഐക്യത്തിൻ്റെ, മാനവിക ഐക്യത്തിൻ്റെ
മൂല്യബോധനം അവിടെ കാണാൻ സാധിക്കുന്നു. അവിടെ ബ്രാഹ്മണരെ അല്ല നിശ്ചയിച്ചത്, അവിടെ നിശ്ചയിച്ചത് ലിംഗായത്ത് സമുദായക്കാരെയാണ്. കർണാടകയിലെ പൂജാവിധികൾ കേദാർനാഥിൽ ചെയ്യുന്നത് ഇന്നും കർണാടകയിലെ ലിംഗായത്ത് സമുദായക്കാരാണ് എന്ന് ഓർക്കുക. എന്തിനത് ശങ്കരൻ ചെയ്തു? ശങ്കരൻ എന്തിനാണ് ചെയ്തത്? നമുക്ക് ബദരിയിലേക്ക് വരുമ്പോൾ എന്താ കാഴ്ച കാണാൻ സാധിക്കും? ആ മാനവികതയുടെ, നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ, സാംസ്കാരിക സവിശേഷതയുടെ ഒരു വലിയ മാനദണ്ഡം, അളവുകോൽ അദ്ദേഹം സൂക്ഷ്മമായി അവിടെ പ്രയോഗത്തിൽ വരുത്തിയിട്ടുണ്ട്. എല്ലാ ഭാരതീയ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തിലെ അവാന്തര വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ആ ഒരു ദീർഘദൃഷ്ടി അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനങ്ങളിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. ഇവിടെ നടന്നു പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ക്ഷീണം കൂടുതലാണ്. തിരിച്ച് നമ്മൾ മല കയറിപ്പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തപ്ത കുണ്ടം ഇവിടെയുണ്ടോ? കാളയുടെ മുഖം പോലെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ ചൂടുവെള്ളം കുളത്തിലേക്ക് വീഴുന്നത്. ആരും തിളപ്പിക്കുന്നതല്ല, പ്രകൃതി ഒരുക്കിയതാണ്. അവിടെ നമുക്ക് ഈ കൊടും തണുപ്പിൽ നമ്മൾ തണുപ്പകറ്റാൻ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം മാറിയിട്ട് ഒന്ന് മുങ്ങി പൊങ്ങുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം, എൻ്റെ അനുഭവം തന്നെ. ഒരിക്കലും അങ്ങനെ മുങ്ങിയപ്പോൾ ആ തണുപ്പ് കൊണ്ട് കൂടുതൽ നേരം അവിടെ കിടക്കാൻ ശ്രമിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞു, ഒരുപാട് നേരം കുളിക്കരുത്, നമ്മുടെ പ്രഷർ കൊണ്ട് താഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് മുങ്ങി കയറിക്കോളൂ. പക്ഷേ ആ തണുപ്പിൽ ഇളം ചൂട് കിട്ടിയപ്പോഴുള്ള സുഖം കൊണ്ട് ഒരുപാട് നേരം കുളിച്ചു. അതുകൊണ്ട് അനുഭവം പറ്റി. കുളിച്ച് കയറി കുറേ കഴിഞ്ഞപ്പോൾ ബോധം പോയി, പ്രഷർ കൊണ്ട് താന്നു. പിന്നെ അടുത്തുള്ള ചെറിയ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ തന്നതിന് ശേഷമാണ് പ്രഷർ നേരെയായത്. ഞാൻ സൂചിപ്പിച്ചത് എല്ലാ വിമുഖതകളെയും ഇല്ലാതാക്കുന്ന ആ വലിയ ഒരു ആനന്ദ നടനം, ശിവസ്വരൂപത്തിൻ്റെ ആനന്ദ നടനത്തിൻ്റെ ബാക്കിപത്രങ്ങൾ നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ എവിടെ എത്തണം? കേദാർനാഥിലെത്തണം. ഭവ്യവും മനോഹരവുമായ ആ ക്ഷേത്ര സമുച്ചയത്തിൻ്റെയും ഭാരതീയ വേദേതിഹാസങ്ങളുടെ പൊരുളറിഞ്ഞ ശ്രീശങ്കരൻ്റെ പാദം പതിഞ്ഞ പുണ്യഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ കർമ്മകാണ്ഡം അവസാനിക്കുന്നതും അവിടെയാണെന്ന തിരിച്ചറിവ് നമ്മെ ബോധവാനാക്കും. അവിടെ എത്തണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേദാർനാഥ്.